എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ നമ്മുടെ ഈ ഒരു കർമ്മത്തെ ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 20 അല്ലേ, 20-ലെ അവസാന ഭാഗം അതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ശ്ലോകം 40. ബ്രഹ്മദേവന്റെ മനസ്സിൻ്റെ ഓരോരോ ആ മനസ്സിൽ വരുന്ന ചിന്തകളുടെ വ്യതിയാനത്തിൽ നിന്ന്, ആ ചിന്തകളിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ഓരോരോ സൃഷ്ടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വിതുരര് ഭഗവാന്റെ അവതാര കഥ വരാഹ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിൻ്റെ ആ സൃഷ്ടിയുടെ തുടർന്ന് ആരൊക്കെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ബ്രഹ്മാവിൻ്റെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, ഓരോരോ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നതിനനുസരിച്ച് ആ മനസ്സിൻ്റെ ചിന്തകൾ എന്താണോ അതിനനുസരിച്ചുള്ള എനർജി, അതിനനുസരിച്ചുള്ള ഊർജത്തോടു കൂടിയ സൃഷ്ടിയാണ് നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി. അതാണ് ആ സൃഷ്ടിക്ക് കാരണം. ബ്രഹ്മാവിൻ്റെ മനോതലം എന്താണോ അതാണ് ആ സൃഷ്ടിക്ക് കാരണമായത് കേട്ടോ. അപ്പോൾ ശ്ലോകം 40-ലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. സൃഷ്ട്വാ ഭൂത പിശാചാഞ്ച ഭഗവാൻ ആത്മതന്ത്രേണ ദിഗ്വാസസഃ മുക്തകേശാൻ വീക്ഷ്യാച്ച അമീലിയത് ദൃശോ. അതായത് സൃഷ്ടിച്ചു എന്ന്. ഭൂതപിശാചാഞ്ച ഭൂതങ്ങളെയും പിശാചുക്കളെയും ഭഗവാൻ ബ്രഹ്മദേവൻ ആത്മതന്ത്രേണാന്ന് ആത്മതന്ത്രേണാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ആലസ്യം അനുഭവപ്പെട്ടു. അതായത് ആലസ്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കർമ്മനിരതനായിരിക്കേണ്ട സമയത്ത് ഉറക്കം തൂങ്ങിയിരിക്കുക. മനസ്സിലായല്ലോ? അതാണ് ആലസ്യം. കർമ്മം ചെയ്യേണ്ട സമയത്ത് ഒരു ഉഷാറുമില്ല, ഭയങ്കര ശരീരമൊക്കെ തളർച്ച, ക്ഷീണം, കിടന്ന് ഉറങ്ങാൻ തോന്നുക, കോട്ടുവായി ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഉറക്കം, ഒരു മന്ദതയിലിരിക്കുക എന്ന് പറയില്ലേ, അതാണ് ആലസ്യം. അപ്പം ശരീരവും മനസ്സും അവിടെ വളരെ ഒട്ടും എനർജി ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു ആലസ്യം അനുഭവപ്പെട്ടപ്പോൾ ആ ആലസ്യത്തിൽ നിന്നും, ആ ഉണ്ടായ ആലസ്യത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് ഭൂതങ്ങളും പിശാചുക്കളും. അപ്പം അറിയാലോ, ഈ ആലസ്യം എന്ന് പറയുന്നത് തമോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ബ്രഹ്മാവിന് അനുഭവപ്പെട്ടതാണ്. മനസ്സിൻ്റെ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ തമോ ഗുണം കൂടി നിൽക്കുന്ന സൃഷ്ടികളായ ഭൂതങ്ങളും പിശാചുക്കളും ഉണ്ടായി. മനസ്സിലായോ? ഇനി ആ ഉണ്ടായവരെ ദിഗ്വാസസഃ, ദിക്കുകൾ വസ്ത്രമാക്കി നടക്കുന്നവർ എന്ന് വെച്ചാൽ നഗ്നരായിട്ട്, മുക്തകേശാൻ, മുടി അഴിച്ചിട്ട് അവരിങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടിട്ട് ബ്രഹ്മദേവൻ പോലും അമീലിയത് ദൃശവും, കണ്ണു രണ്ടും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ആ കണ്ണ് രണ്ടും അങ്ങ് അടച്ചു എന്ന്. കാരണം പൂർണ്ണ നഗ്നരായിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ഈ ഭൂതങ്ങളും പിശാചുക്കളും നടക്കുന്ന ആ കാഴ്ച അത് കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ണുകൾ അടച്ചു. അത്രയും മോശം ഒരു സൃഷ്ടിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വന്നത്. അപ്പം അദ്ദേഹത്തിന് പോലും മനപ്രയാസം അനുഭവപ്പെട്ടു. എൻ്റെ നിയന്ത്രണത്തിലല്ലല്ലോ എന്നിൽ നിന്ന് ഈ സൃഷ്ടികളൊക്കെ നടക്കുന്നത് എന്ന് ആലോചിച്ച് അദ്ദേഹത്തിന് മനപ്രയാസം തോന്നി, കണ്ണുകൾ അടച്ചു. ശ്ലോകം 41. ജഗൃഹു തദ് വിസൃഷ്ടാം താം ജൃംഭണാഖ്യാം തനും പ്രഭോഹോ നിദ്രാം ഇന്ദ്രിയ വിക്ലേദഃ യയാ ഭൂതേഷു ദൃശ്യതേ യേന ഉച്ഛിഷ്ടാൻ ദർശയന്തി തം ഉന്മാദം പ്രചക്ഷതേ. ജഗൃഹു തദ് വിസൃഷ്ടാം താം ജൃംഭണാഖ്യാം തനും പ്രഭോഹോ നിദ്രാം ഇന്ദ്രിയ വിക്ലേദഃ യയാ ഭൂതേഷു ദൃശ്യതേ യേന ഉച്ഛിഷ്ടാൻ ദർശയന്തി തം ഉന്മാദം പ്രചക്ഷതേ. ജഗൃഹു എന്ന് വെച്ചാൽ നേടിയെടുത്തു അല്ലെങ്കിൽ സ്വന്തമാക്കി.
തത് വിസൃഷ്ടാം, അദ്ദേഹം വിസൃഷ്ട എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചത്. ഇവിടെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പ്രഭോഹോ, ആ ബ്രഹ്മദേവൻ ഉപേക്ഷിച്ചതിനെ സ്വന്തമാക്കിയെന്ന്. താം ജൃംഭണാക്യാം, താം എന്ന് വെച്ചാൽ അത്, ജൃംഭണാക്യാം എന്ന് വെച്ചാൽ കോട്ടുവായ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു ആലസ്യം അനുഭവപ്പെട്ടപ്പോൾ അതിൽ നിന്നും ഭൂതങ്ങളും പിശാചുക്കളും ഉണ്ടായതെന്ന്. അപ്പോൾ ആലസ്യം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കോട്ടുവായി ഇട്ടു എന്ന്, ഉറക്കം വന്ന പോലെ ഒരു കോട്ടുവായി ഇട്ടു. അതാണ് ജൃംഭണാക്യാം. ആ കോട്ടുവായ ഇട്ടപ്പോൾ തനും, ആ കോട്ടുവായയിൽ നിന്നും ഒരു ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിച്ച, അതാണ് വിസൃഷ്ടം. ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ കോട്ടുവായയിൽ നിന്നും ഒരു ശരീരത്തെ സ്വീകരിച്ചു എന്ന്. ആര്? ഭൂതങ്ങളും പിശാചുക്കളും. അങ്ങനെ ഇന്ദ്രിയ വിക്ലേദ, ശരീരമൊക്കെ തളർന്ന്, ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും ഒക്കെ തളർന്നിരിക്കുന്ന ഒരവസ്ഥ അറിയാലോ. കർമ്മനിരതമായിരിക്കേണ്ട സമയത്ത് കോട്ടുവായി ഇട്ടിട്ട് ഉറക്കം വന്ന് ശരീരവും മനസ്സും ഒക്കെ തളർന്ന് ഒരു മന്ദതയിലിരിക്കുന്ന അവസ്ഥ. യയാ, ഏതൊന്നാണോ ഈ അവസ്ഥ, ഇതിനെയാണ് ഭൂതേഷു നിദ്രാം ദൃശ്യതേ, സകല ജീവജാലങ്ങളിലും നിദ്രയായിട്ട് കാണപ്പെടുന്നത്, ദൃശ്യതേ കാണപ്പെടുന്നത് എന്ന്. അപ്പോൾ അതാണ് നിദ്ര, ഉറക്കം എന്ന് പറയുന്നത്. രാത്രിയിലെ വിശ്രമാവസ്ഥയിൽ എല്ലാ കർമ്മവും കഴിഞ്ഞിട്ടുള്ള ഉറക്കമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർമ്മനിരതരായിരിക്കേണ്ട സമയത്ത് കർമ്മം ചെയ്യാതെ ഉറക്കം തൂങ്ങി മന്ദതയിൽ കോട്ടുവായി ഇട്ടിട്ട് ഇങ്ങനെ ആലസ്യത്തിൽ ഇരിക്കുന്നതിനെയാണ് ഭൂതങ്ങളിൽ, ജീവജാലങ്ങളിൽ ഇതാണ് നിദ്ര, ഉറക്കമായി കാണപ്പെടുന്നത്. ഈ ഉറക്കം ഉണ്ടായത് അപ്പോൾ തമോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഭൂതപിശാചുക്കളുടെ പ്രവർത്തനത്താൽ, ആ എനർജി, ഭൂതങ്ങൾ പിശാചുക്കൾ എന്ന് വിളിക്കുന്ന എനർജിയുടെ പ്രവർത്തനത്തിൽ നിന്നാണ് ഈ ഒരു നിദ്ര, ഈ ഒരു ആലസ്യം, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ നമുക്കൊക്കെ വരാറില്ലേ? ഇങ്ങനെ ഒരു അവസ്ഥ, മനസ്സും ശരീരവും തളർന്നിരിക്കുക, ഒന്നിനും വയ്യ. അതാണ് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ വരുമ്പോൾ, ഒന്നിനും ഒരു ഉഷാറില്ലാത്തൊരവസ്ഥ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, മനസ്സിനും സുഖമില്ല, ശരീരത്തിനും കൊണ്ടും വയ്യ, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോൾ നമുക്ക് ഇനി മനസ്സിലാക്കാം ഇത് തമോ ഗുണമാണ്. ബ്രഹ്മാവിന് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അതിൽ നിന്നാണ് ഭൂതപിശാചുക്കൾ ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള എനർജികളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ള തമോ ഗുണം കൂടി നിൽക്കുന്ന ഊർജങ്ങളുടെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത്, എൻ്റെ മനസ്സും ശരീരവും ഇങ്ങനെ തളർന്നിരിക്കുന്നത് എന്ന് വിവേകപൂർവം നമുക്ക് ചിന്തിക്കാം. മനസ്സിലായോ? ഇനി നമുക്കത് മനസ്സിലാക്കാം. ഏന, അപ്പോൾ ഇവിടെ പറയുന്നു ഏന എന്ന് വെച്ചാൽ ഏതൊരു ഉച്ഛിഷ്ടാൻ എന്ന് വെച്ചാൽ അശുദ്ധമായ, ശുദ്ധിയില്ലാത്ത മനസ്സിലും ശരീരത്തിലുമാണ് ദർശയന്തി എന്ന് വെച്ചാൽ ഭൂതപിശാചുക്കൾ കീഴ്പ്പെടുത്തി കളയുന്നത്. അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ശരീരവും മനസ്സും തളർന്നിരിക്കുന്ന, ആലസ്യത്തിലിരിക്കുന്ന, മന്ദതയിലിരിക്കുന്ന ശരീരത്തിനെയും മനസ്സിനെയാണ് ഈ ഭൂതപിശാചുക്കൾ കീഴടക്കുന്നത്, പിടിച്ച് അവരുടെ നിയന്ത്രണത്തിലാക്കുന്നത്. അപ്പം സംഭവിക്കുന്നത് എന്താണ്? തം ഉന്മാദം പ്രജക്ഷതേന്ന് എന്ന് വെച്ചാൽ അതാണ് ഒരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കാരണമാകുന്നത്. ഉന്മാദാവസ്ഥ എന്ന് വെച്ചാൽ എന്താ? ഡിപ്രഷൻ. ഇന്ന് അതിനെ വിളിക്കുന്ന പേര് ഡിപ്രഷൻ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നില്ലേ ആളുകൾ? സൂയിസൈഡിൻ്റെ അറ്റം വരെ കൊണ്ട് എത്തിക്കുന്നില്ലേ? ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. ആ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം അതാണ് ഉന്മാദാവസ്ഥ. അപ്പോൾ ഇനി മനസ്സിലാക്കുക, ഇതിന് കാരണം ആരാ? എനിക്ക് ജോലി ചെയ്യാൻ തോന്നണില്ല, എനിക്ക് പണിയെടുക്കാൻ തോന്നണില്ല, ഒന്നിനും ഒരു ഉഷാറില്ല, ഒരു ഉറക്കം വരണ പോലെ, ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു ആലസ്യം, ഒരു മന്ദത നമുക്കറിയുന്ന ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇനി നമ്മളത് തിരിച്ചറിയാം. ബ്രഹ്മാവിനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇങ്ങനെ ഒരു ഒരു ചിന്ത, ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അതിൽ നിന്നുമാണ് ഭൂതങ്ങളും പിശാചുക്കളും സൃഷ്ടിക്കപ്പെട്ടത്. അതായത് അങ്ങനത്തെ എനർജികൾ. അപ്പോൾ ആ എനർജികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എനർജികളെ പിന്നെ ചുറ്റും നോക്കുമ്പോൾ ആരെയാണ് കീഴ്പ്പെടുത്തുക? ഇതേപോലെ മനസ്സും ശരീരവും തളർന്ന് അതാണ് ശുദ്ധിയില്ലാത്ത മനസ്സും ശരീരത്തോടും കൂടി ഇരിക്കുന്നവർ എന്ന് പറയുന്നത്. ആരാണോ ഇങ്ങനെ അശുദ്ധമായ ശരീരത്തോടും മനസ്സോടും കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എനർജി ഇല്ലാത്ത, പോസിറ്റീവ് എനർജി ഇല്ലാതെ ഇങ്ങനെ തളർന്ന് മന്ദതയിലിരിക്കുന്ന മനസ്സോടു കൂടി ഇരിക്കുന്നവരെ വേഗം അങ്ങ് കീഴ്പ്പെടുത്തി കളയുന്ന ഇങ്ങനത്തെ ഊർജ്ജങ്ങൾ. അങ്ങനെ കീഴ്പ്പെടുത്തി കളഞ്ഞിട്ട് അവരുടെ മനസ്സിനെ വീണ്ടും അങ്ങോട്ട് തളർത്തി കളയും. അങ്ങനെയാണ് ആളുകൾ ഡിപ്രഷനിലേക്കും
അവസാനം ആത്മഹത്യയിലേക്കൊക്കെ, ആ ഉന്മാദ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭ്രാന്തിൻ്റെ ഉയർന്ന അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അവസ്ഥയിലേക്ക് മനോനില തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം വരുന്നത് ഇതാണ്. അപ്പം നമുക്കത് മനസ്സിലായ ഇതിൻ്റെ റീസൺ, ഈ ഒരു അവസ്ഥ ഇന്ന് മനുഷ്യർക്ക് ഉണ്ടാവാനുള്ള കാരണം ഇത് സൃഷ്ടിയുടെ ആരംഭത്തിലേ വന്നിട്ടുണ്ട്. ഇത് ബ്രഹ്മാവിൽ വന്നു, അപ്പോൾ അതിൽ നിന്ന് ആ ഊർജ്ജങ്ങൾ ഉണ്ടായി. ഇപ്പം അവരാണ് ഈ മനോതലമുള്ള ആളുകളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരിലേക്ക് കീഴ്പ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിലേക്ക് അത് വിവേകം ഉപയോഗിച്ച ആ അവസ്ഥയെ ഇനി തിരിച്ചറിയാം നമുക്ക്. അയ്യോ, എനിക്ക് ഇങ്ങനത്തെ തമോ ഗുണമല്ല, എനിക്ക് എൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയണം. എന്നിൽ സത്വ ഗുണവും രജോ ഗുണവും ഉണ്ട്. അപ്പം എനിക്ക് ആ ഗുണങ്ങളെ ഉണർത്തിക്കൊണ്ടുവരണം എന്ന് അപ്പം ചിന്തിച്ച് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നമുക്ക് നമ്മുടെ മനസ്സിനെ ജയിക്കാൻ കഴിയണമെന്ന് മനസ്സിലായോ? അങ്ങനെ ജയിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ, മനസ്സിനെ നമ്മുടെ മിത്രമാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് നമ്മുടെ ശത്രുവാണ്. ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവായി പോകുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് പോണ വഴിക്ക് ആ അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ എനർജികൾ നമ്മുടെ മനസ്സിനെ കീഴടക്കും. എന്നിട്ട് നമ്മുടെ മനസ്സിനെ ഡിപ്രഷനിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും, ആ ചിന്തയിലേക്ക് അങ്ങനെ വലിച്ചു കൊണ്ടുപോവുക. നമ്മൾ പോലും അറിയില്ല, നമ്മൾ ആ മായയിൽ പെട്ട് അങ്ങോട്ട് പോവുക. അവിടെ നമ്മൾ സ്വയം ഈ അറിവുകളൊക്കെ, ഈ ഭാഗവതമൊക്കെ നമ്മൾ എന്തിനാ പഠിക്കണേ? ഈ അറിവുകളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് എടുക്കാനാ, കേട്ടുപോവാനല്ല. അപ്പോൾ ജീവിതത്തിലേക്ക് ഈ അറിവുകളെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട്, ഇല്ല, തമോ ഗുണം കൊണ്ട് നശിപ്പിച്ച് കളയാനുള്ളതല്ല എൻ്റെ മനസ്സിനെ, എനിക്ക് സത്വഗുണത്തെ ഉയർത്തണം, എന്നിൽ തന്നെ സത്വഗുണവും രജോ ഗുണവും ഒക്കെ ഉണ്ട്, അതിനെനിക്ക് ഉയർത്തണം എന്ന് സ്വയം വിചാരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് മനസ്സിനെ കെൽപ്പോടുകൂടി നിർത്തി അങ്ങനെ കീഴ്പ്പെട്ടു പോകാൻ അനുവദിക്കാതെ സ്വന്തം മനസ്സിനെ സ്വയം ഉയർത്തിയിട്ട് എഴുന്നേറ്റ് ഉഷാറായി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ജയിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ബന്ധുവായി. മറ്റേതെന്തായിരുന്നു? അതിന് കീഴ്പ്പെട്ട് പോകുമ്പോൾ അത് ശത്രുവാകും. മനസ്സിലായ? അതായത് നമ്മളെ നശിപ്പിക്കും കൊണ്ടുപോയിട്ടെന്ന് മായ ഇങ്ങനെ കാണിച്ച് നമ്മളെ അത് അങ്ങ് നശിപ്പിച്ച് കളയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. അതായത് ഈ ലോകത്ത് ഭൂതങ്ങളും പിശാചുക്കളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി എന്തായിരിക്കും മറുപടി പറയാ? ആരെങ്കിലും പറയൂ. ഉണ്ട് എന്നാണോ പറയാ, ഇല്ല എന്നാണോ പറയാ? ഉണ്ട്. ഇല്ല, പൂർണ്ണമായിട്ടും ഇല്ല. എങ്കിൽ ബ്രഹ്മാവിന്റെ ഈ ആലസ്യത്തിൽ നിന്ന് ആരാ ഉണ്ടായേ? ഇതിനെ സൃഷ്ടിക്കുന്നത് ആരാ? അപ്പൊ ഇതിനെ സൃഷ്ടിച്ചത് ആരാ? നമ്മുടെ മനസ്സാണ്. ബ്രഹ്മാവിന്റെ മനസ്സാണ് അതിനെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ ഈ വസ്തുക്കൾ നമ്മുടെ ഈ 14 ലോകങ്ങളിൽ ഉണ്ടോ? പ്രപഞ്ചത്തിലുണ്ടോ? ഇല്ല. പക്ഷെ ഇല്ലാത്തതിനെ ഉണ്ടാക്കിയതാരാ? മനസ്സാണ് അതിനെ ഉണ്ടാക്കിയത്, അല്ലേ? അപ്പോൾ ഞാനപ്പോൾ ഒരു ചോദ്യത്തിന് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പത്മകുമാരി അമ്മ ഈ സത്സംഗത്തിലുണ്ടോ? ഇല്ല, അല്ലേ? പത്മകുമാരി അമ്മ കേൾക്കേണ്ട ക്ലാസ് ആയിരുന്നു ഇന്നത്തെ സത്സംഗം. പത്മകുമാരി അമ്മ കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കരമായ മാനസിക അസ്വസ്ഥതയിൽ ഇരുന്നു കൊണ്ടാണ് എനിക്ക് ആ മെസ്സേജ് ഇട്ടത്. അതായത് ഒരു ഗ്രൂപ്പിൽ, ഏതോ ഒരു ആധ്യാത്മിക ഗ്രൂപ്പിൽ ഇങ്ങനെ യാത്രകളൊക്കെ, ആത്മീയ യാത്രകളൊക്കെ നടത്തുന്നവർ എന്തോ ഒരു ആത്മാവ് വരുന്നു ഒരു വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ പത്മകുമാരി അമ്മ അതിനകത്ത് കയറിയിട്ട് ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്, ആത്മാവ് ഇങ്ങനെ വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുക, ഇതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ തിരിച്ച്, നിങ്ങൾക്കറിയാത്തത് എന്താണ്, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറയുന്നതാണോ വേണ്ടേ എന്നൊക്കെ അവർ ഇങ്ങോട്ടും പറഞ്ഞു, പത്മകുമാരി അമ്മ അങ്ങോട്ടും പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചത്, അപ്പം ഇതൊന്നും ഇല്ലല്ലോ ടീച്ചറേ നിന്ന്. ഞാൻ എന്ത് മറുപടി പറയും? ഇല്ല പറയാൻ പറ്റുമോ? എനിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതിനെ സൃഷ്ടിക്കുന്നത് ആരാ? നമ്മുടെ മനസ്സാ. അവരുടെ മനസ്സാണ്. ആ ആത്മാവ് വന്നു, അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു, രാത്രി TV വെക്കുന്നു, ഓഫ് ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആരാ? അവരുടെ മനസ്സാ. ആ മനസ്സത് ഉണ്ടാക്കുമ്പോൾ നമ്മളവിടെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് അവരുടെ മനസ്സുകൊണ്ട് അവരത് അനുഭവിച്ചറിയുന്നുണ്ട്. ആ സാധനം അവിടെ ഉണ്ട്. രാത്രി ആരോ TV വെക്കുന്നു, ഓഫ് ചെയ്യുന്നു, അപ്പോൾ അത് ആത്മാവാണ് ചെയ്യുന്നത്. സത്യത്തിൽ അവിടെ TV ഓൺ ആവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ അത് തെറ്റല്ലല്ലോ, ഞങ്ങൾ പറയുന്നത് നുണയല്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, അവർ പറയുന്ന നുണയല്ല. ഓൺ ആവുന്നുണ്ടാവും, ഓഫ് ആവുന്നുണ്ടാവും. അതിനെ ആരാ ചെയ്യുന്നത് എന്നറിയോ? നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന എനർജിയാണ് അതിന് കാരണം.
മനസ്സിലായ? ആ എനർജി ഏതാ? ഇപ്പം ഈ പറഞ്ഞ എനർജിയാ. ബ്രഹ്മാവിൽ നിന്നും വന്ന എനർജി ഏതാ? ബ്രഹ്മാവിന് വന്ന ആലസ്യം, തമോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പുറത്തു വന്ന എനർജി ഇതാണ്. കണ്ട, ഈ എനർജിയാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഡിപ്രഷനിലേക്ക്, ഇങ്ങനെ കീഴ്പ്പെട്ട് കിടക്കണ മനസ്സിനെ ഡിപ്രഷനിലേക്ക് വലിച്ച് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ടീച്ചർ, ഇപ്പോൾ ഗംഗ പറഞ്ഞു, അങ്ങനെ പലരും, സ്മിത പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ഓരോ വിഷമം പറഞ്ഞ് എന്നോട് വിളിക്കുമ്പോൾ അതിന് കീഴ്പ്പെട്ട് പോയാൽ നിങ്ങൾ അവിടെ കിടക്കും. നിങ്ങളുടെ മനസ്സ് തമോ ഗുണം കൊണ്ട് കീഴടക്കപ്പെട്ട മനസ്സായി മാറും. അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം, വിവേകപൂർവ്വം ചിന്തിച്ച് പുറത്തേക്ക് വരണം. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. അവിടെ നിന്ന് ഇല്ലെങ്കിൽ, അതങ്ങനെ പറഞ്ഞു തരാൻ ഒരാളില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ അതിൽ തന്നെ കിടന്നു പോവും, നമ്മളത് തന്നെ ചിന്തിച്ചു പോവും. മനസ്സ് നമ്മളിങ്ങനെ കൊണ്ടുപോകും. മനസ്സ് നമ്മളെ കൊണ്ടുപോകണ്ട, നമ്മളാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങോട്ട് വലിക്കേണ്ടത്. അതിനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഈ ഓരോ സത്സംഗങ്ങൾ കൊണ്ടും നേടുന്ന അറിവിനെ നമ്മൾ ഉപയോഗിക്കണം. അതിനെ എടുത്തു വെക്കാനോ കേട്ട് തള്ളാനോ ഉള്ളതല്ല. അപ്പം ഇവിടെ മനസ്സിലാക്കുക, ഈ എനർജിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് ഒരാളുടെ മനസ്സ് അത് ഉണ്ടാക്കുമ്പോൾ അതവിടെ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവൻ്റെ മനസ്സാണ് അതിനെ ഉണ്ടാക്കുന്നത്. അപ്പം മാറ്റേണ്ടത് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല മാറ്റേണ്ടത്. അതിനെ ഉണ്ടാക്കുന്ന അവൻ്റെ മനസ്സിനെയാണ് ആദ്യം മാറ്റേണ്ടത്. അവനോട് ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒരു വീടിനകത്ത് ഇപ്പോൾ ഭൂതമുണ്ട്, പ്രേതമുണ്ട് എന്ന് വിചാരിച്ചു. ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിൽ കയറി താമസിക്കാൻ വന്നാൽ നമ്മൾ കേൾക്കാത്ത ശബ്ദമൊക്കെ കേൾക്കും. അത് ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിങ്ങൾക്ക് തോന്നണില്ലേ? പല പല ശബ്ദങ്ങൾ കേൾക്കുക, വിളികൾ കേൾക്കുക, വാതിലടയ്ക്കണത്, അത് നിഴൽ കാണുക, ഇങ്ങനെ പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കറണ്ട് പോവുക, ഇതൊക്കെ അനുഭവങ്ങളാ. എന്നാൽ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കുക, കുറുക്കൻ ഓളിയിടുന്ന സൗണ്ട് കേൾക്കുക. അപ്പോൾ ഭയങ്കര പേടിയായി നമുക്ക്. ശരിയാ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആരാണെന്നറിയോ? അവൻ്റെ മനസ്സാ. കാരണം അവൻ നടന്നു വരുന്ന വഴിക്ക് കേട്ട കാര്യം അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. അവൻ പുറമേക്ക് പറയും എനിക്ക് പേടിയില്ല എന്നൊക്കെ എല്ലാവരോടും പറയും. പക്ഷെ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ സംശയം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ പുറമേക്ക് അറിയില്ല. അപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ആ ആഴത്തിൽ പതിഞ്ഞത് കൊണ്ട് ആ സബ് കോൺഷ്യസ് മൈൻഡിന് ഭയങ്കര കഴിവാ. ഇല്ലാത്ത ശബ്ദത്തിനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് മണിച്ചിത്രത്താഴ് കണ്ട ഓർമ്മയില്ലേ? എങ്ങനെയാണ് ശോഭനയ്ക്ക് ആ ഓരോ ക്ലോക്ക് പൊട്ടിക്കുക, അങ്ങനെയൊക്കെ പല കല്ലെടുത്തെറിയുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ആ സബ് കോൺഷ്യസ് മൈൻഡാണ് അത് അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മൈൻഡിൻ്റെ ശക്തിയാണത്. ആ മൈൻഡ്, നമ്മുടെ ഉള്ളിലെ ചിന്തയാണ് ഊർജമായിട്ട് ആ ശബ്ദങ്ങളെ നമുക്ക് കേൾപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്ത നെഗറ്റീവ് ചിന്തയാണേ, ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ പോകുന്നത്. ഇനി നല്ല ശരിക്കും നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതൊന്നും വിശ്വാസമില്ല, ഇതിലൊന്നും കേൾക്കാത്ത ഒരാൾ, ഇങ്ങനെ ഒരു അപവാദവും കേൾക്കാത്ത ഒരാൾ വന്ന് താമസിച്ചാൽ അയാൾ ഒരു ശബ്ദവും കേൾക്കില്ല. എന്താ കാരണം? അയാൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. പിന്നെ ഇയാൾ ഇങ്ങനെ ഒരു അപവാദം കേട്ടിട്ടുമില്ല. അപ്പം അയാളുടെ മനസ്സിൽ ശങ്കയില്ല, അയാളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൻ്റെ ഒരു സംശയം പോലും ഇല്ല. അപ്പം അവൻ്റെ മനസ്സിൻ്റെ ശക്തിയാണ്, അവൻ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കും. അപ്പം ഇതിനെയൊക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് മനസ്സിലായില്ലേ? മനസ്സാണ്. അത്രയ്ക്കും പവറുണ്ട്. നടക്കണ സാധനത്തിനെ കെടുത്തിയിടാൻ, ഇരിക്കണ സാധനത്തിന് എറിഞ്ഞ് പൊട്ടിക്കാൻ, വാതിലടയ്ക്കാൻ, കാണാത്ത രൂപങ്ങൾ കാണിക്കാൻ, എല്ലാത്തിനും നമ്മുടെ മനസ്സിന് അത്രയ്ക്ക് ശക്തിയാണ്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. മായയ്ക്ക് അത്രയും ശക്തിയാണ് നമ്മളെ ഇങ്ങോട്ട് പെടുത്തി കളയാനായിട്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ഇത് മനസ്സിൻ്റെ കളിയാണ്, മായയുടെ കളിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമ്മളതിനെ ജയിക്കും. ആ തിരിച്ചറിവ് വരണമെങ്കിൽ വിവേകം ഉണ്ടാവണം. ആ തിരിച്ചറിവ് ഒരു വ്യക്തിയിൽ പ്രകാശിക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായേ പറ്റുള്ളൂ, പ്രകൃതി എന്ന ശക്തിയുടെ. അതിനാണ് എന്തു കാര്യം ചെയ്യുമ്പോഴും ആ പ്രകൃതിയുടെ ഇച്ഛ എന്തോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ എന്ന് പറയുന്നതിൻ്റെ കാരണം. മനസ്സിലായ? ശ്ലോകം 41. ഇനി 42. ഊർജസ്വന്തം മന്യമാനഃ ആത്മാനം ഭഗവാൻ അജഃ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ അസൃജത് പ്രഭുഃ. അതായത് ഊർജസ്വന്തം ഭഗവാൻ അജഃ. അജ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവനായ ഭഗവാൻ ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സാക്ഷാൽ പരമാത്മാവിൻ്റെ തന്നെ അംശമാണ്. അതുകൊണ്ടാണ് ജനനമില്ലാത്തവനായ ആ ബ്രഹ്മദേവൻ. ആത്മാനം
തന്നെ മനസ്സിൻ്റെ ഈ ഒരു തമോ ഗുണം കൂടി നിൽക്കുന്ന ആലസ്യം, ആ ഒരു അവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഞാനിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എൻ്റെ മനസ്സിനെ ഞാനിങ്ങനെ തമോ ഗുണത്തിന് കീഴ്പ്പെടുത്താൻ വിട്ടു കൊടുക്കില്ല, എൻ്റെ ഉള്ളിൽ ഒരുപാട് ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട്, അതാണ് സ്വന്തം ഊർജത്തെ മന്യമാനഹാന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ അവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കണം എനിക്കെന്ന് സ്വയം തിരിച്ചറിഞ്ഞു. എൻ്റെ ഉള്ളിൽ തമോ ഗുണം മാത്രമല്ല സത്വഗുണമുണ്ട്, എൻ്റെ ആ ഊർജ്ജ ശക്തിയെ, എനിക്ക് ഊർജ്ജമുണ്ട് എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു സ്ഥൂല ശരീരം ഉണ്ടല്ലോ, ഭൗതിക ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന സൂക്ഷ്മ ശരീരം, ആസ്ട്രൽ ബോഡി ഉണ്ടല്ലോ, അതിനകത്ത് മുഴുവൻ ആസ്ട്രൽ ബോഡിയിൽ പ്രകൃതിയുടെ ശക്തി, പ്രാണശക്തിയാണ് നിറഞ്ഞിരിക്കുന്നത്. ആ ശക്തി, ആ ഊർജം കൊണ്ടാണ് ഈ ഭൗതിക ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നടക്കലും ഇരിക്കലും ചിന്തിക്കലും തീരുമാനിക്കലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഒരു മിനിറ്റ്, എൻ്റെ ശരീരവും മനസ്സും ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നിൽ ഊർജ്ജമുണ്ട്, പ്രാണശക്തി ഉണ്ട്, പ്രകൃതി ശക്തി എന്നിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു എന്ന് ബ്രഹ്മാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആലസ്യമൊക്കെ പോയി. അപ്പോൾ ആ ചിന്ത വന്നപ്പോൾ സാധ്യാൻ എന്ന് വെച്ചാൽ ദേവന്മാരുടെ കൂട്ടം, ദേവന്മാരുടെ ഗണം, അതുപോലെ പിതൃക്കളുടെ ഗണങ്ങളും പരോക്ഷേണഹ എന്ന് വെച്ചാൽ അദൃശ്യമായ രൂപത്തിലുള്ള ദേവന്മാരുടെ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവരെ കാണാൻ പറ്റില്ല, ദേവഗണവും പിതൃഗണങ്ങളും ഒക്കെ അദൃശ്യരായിട്ടുള്ള ആ ഗണങ്ങളെ അസൃജത് പ്രഭു, ആ ബ്രഹ്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്ന് കണ്ടോ. അപ്പോൾ സ്വന്തം ഊർജത്തെ തിരിച്ചറിഞ്ഞ ആ പോസിറ്റീവായിട്ടുള്ള തോട്ട്, ആ ചിന്തയിൽ വന്നപ്പോൾ അദ്ദേഹം സ്വയം അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞ് വന്നപ്പോൾ ആ ഊർജത്തിൽ നിന്നും, ആ ചിന്തയിൽ നിന്നും ദേവന്മാരും അതുപോലെ പിതൃഗണങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അവർ അദൃശ്യരാണ്, അദൃശ്യമായ ശക്തിയുള്ള, അദൃശ്യമായി നിൽക്കാൻ ശക്തിയുള്ള അവർ സൃഷ്ടിക്കപ്പെട്ടു. ഇനി 43. തേ ആത്മസർഗം തം കായം പിതരഃ പ്രതിപേദിരേ സാധ്യഭ്യശ്ച പിതൃഭ്യശ്ച കവയഃ യത് വിദന്വതേ. തേ അവര്, ദേവന്മാര്, പിതൃക്കളും ആത്മസർഗം എന്ന് വെച്ചാൽ അവരുടെ അസ്തിത്വത്തിന്റെ പ്രഭാവമായിട്ടുള്ളത് എന്തായിരിക്കും, അവരുണ്ടാകുന്നതിൻ്റെ, നമ്മുടെ അസ്തിത്വത്തിന്റെ പ്രഭാവം എന്ന് വെച്ചാൽ കാണുന്ന രീതിയിലുള്ളത് എന്താ, നമ്മുടെ ശരീരം. അപ്പോൾ അവരുടെ അസ്തിത്വത്തിന്റെ പ്രഭാവമായിട്ടുള്ള തം കായം, അവരുടെ ശരീരത്തെ പിതരഹ, അതായത് പിതൃദേവന്മാർ പ്രതിപേദിരെ സ്വീകരിച്ചു എന്ന്. അപ്പോൾ അതിൽ പിതൃദേവന്മാർ ബ്രഹ്മാവിൽ നിന്നും അവരുടെ അസ്തിത്വത്തിൻ്റെ പ്രഭാവമായിട്ടുള്ള ശരീരത്തെ ബ്രഹ്മാവിൽ നിന്ന് അവർ സ്വീകരിച്ചു. ഇനിയാണ് സാധ്യേഭ്യശ്ച എന്ന് വെച്ചാൽ ദേവന്മാർക്കും പിതൃഭ്യശ്ച പിതൃക്കൾക്കും വേണ്ടി കവയഹ, അതായത് യാഗം, പൂജ, യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യാൻ അതിനെക്കുറിച്ച് നന്നായി അറിവുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള വ്യക്തി യത് വിദന്വതേ, സമർപ്പിക്കുന്ന ബലി, പൂജ, യാഗം, യജ്ഞം, ഈ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ഈ ദേവന്മാരും പിതൃക്കളുമാണ്. മനസ്സിലായ? യാഗങ്ങൾ, പൂജ, അതുപോലെ യജ്ഞങ്ങൾ, ഈ വക കർമ്മം ചെയ്യാൻ അറിവുള്ള ജ്ഞാനികൾ, അതാണ് കവയഹ. അവർ ചെയ്യുന്ന യാഗയജ്ഞാദി കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ഈ ദേവന്മാർക്കും പിതൃക്കൾക്കും വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മൾ പിതൃതർപ്പണം ചെയ്യാറില്ലേ? എന്തിനു വേണ്ടി? നമ്മൾക്ക് ജന്മം നൽകിയ, നമ്മളുടെ പരമ്പരകൾ നമുക്ക് ജന്മം നൽകിയ അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും താവഴിയിലുള്ള, ജന്മം നൽകിയവർ, ജീവിക്കാനുള്ള അറിവ് നൽകിയ ഗുരുവിൻ്റെയൊക്കെ താവഴിയിലുള്ള എല്ലാ പൂർവികർക്കും വേണ്ടിയിട്ടും അവരുണ്ടായതുകൊണ്ടാണ് നമ്മളുണ്ടായത്. അതുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ വർഷവും ചെയ്യുന്ന ശ്രാദ്ധം, അല്ലേ, ബലിയിടൽ. അത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ദേവന്മാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ? ഇപ്പം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഭൂമിയെ ഒരു ദേവിയായി കാണുന്നു, നമ്മളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോവല്ലേ. വായു ശ്വാസം വലിക്കുമ്പോൾ ഒന്നറിഞ്ഞു വലിക്കുക, ശ്വാസത്തെ വലിച്ചു വിടുക അനുഭവിച്ചറിഞ്ഞുകൊണ്ട്. അപ്പോൾ വായുവിനെ നമ്മൾ അറിഞ്ഞു. അഗ്നി വേണം നമുക്ക് ജീവിക്കാൻ, ജലം വേണം, ആകാശം, ഇതൊക്കെ നമുക്ക് വേണം, അല്ലേ? അപ്പോൾ ഇവരെയൊക്കെ ഓരോ ദേവന്മാരായിട്ടാണ് ഭൂമി ദേവി, അഗ്നിദേവൻ, വായുവിൻ്റെ, ജലദേവൻ, ആകാശത്തിനോ സൂര്യദേവൻ, ചന്ദ്രദേവൻ, ഇവരെയൊക്കെ ഓരോ ദേവന്മാരായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കാരണം അവരുടെ കർമ്മം കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അവർ നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അവരൊന്ന് പണി മുടക്കിയാലോ നമുക്ക് നിൽക്കാൻ പറ്റുമോ, ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവരെയൊക്കെ നിത്യവും സ്മരിച്ചു
സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ അഗ്നിഹോത്രമൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ ഒന്ന് സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഈ അഗ്നിഹോത്രം. അതുപോലെ നമ്മൾ യാഗം, യജ്ഞം ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന്, അവരെ പ്രീതിപ്പെടുത്താൻ. അവർ നമുക്ക് തരുമ്പോൾ നമ്മൾ തിരിച്ച് അവരെ കൃതജ്ഞതയോടെ ഓർക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ യാഗയജ്ഞാദി കർമ്മങ്ങളുടെ ആവശ്യകത. അതുപോലെ പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ, അവരിലൂടെയാണ് നമ്മൾ ഉണ്ടായത്, അവർ തന്ന അറിവിലൂടെയാണ് നമ്മൾ ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പൂർവികരെ ഓർക്കാൻ വേണ്ടി പിതൃക്കൾക്ക് വേണ്ടി ബലികർമ്മവും നമ്മൾ ചെയ്യുന്നു. മനസ്സിലായ? നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കൃതജ്ഞതയോടെ ചെയ്യുന്നൊരു കാര്യം. മനസ്സിലായ? അപ്പൊ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവിന്റെ ആ ഒരു പോസിറ്റീവ് ചിന്തയിൽ നിന്നും വന്ന ദേവന്മാര്, പിതൃക്കള്, അവർക്ക് വേണ്ടിയാണ് യാഗയജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അത് സ്വീകരിക്കുന്നത് ആ ദേവന്മാരും പിതൃക്കളുമാണ് എന്നാണ് പറഞ്ഞത്. ഇനി ശ്ലോകം 44. സിദ്ധാൻ വിദ്യാധരാൻ ച ഏവ തിരോധാനേന സ അസൃജത് തേഭ്യഃ അദദാത് തം ആത്മാനം അന്തർദാന ആഖ്യം അദ്ഭുതം. അന്തർദാന ആഖ്യം അദ്ഭുതം. സിദ്ധാൻ വിദ്യാധരാൻശ്ച, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, ഇവരെ തിരോധാനേന എന്ന് വെച്ചാൽ എന്താർത്ഥം? കൺമുന്നിൽ നിന്നും മറഞ്ഞു പോവുക, അപ്രത്യക്ഷമാവുക. പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാവാനും, അതാണ് അന്തർദാനം ചെയ്യാൻ കഴിവുള്ള ശരീരത്തെ സഹ, ആ ബ്രഹ്മാവ്, അസൃജത്ത്, സൃഷ്ടിച്ചു. അപ്പൊ ബ്രഹ്മാവിൽ നിന്നും ആ പോസിറ്റീവ് ചിന്തയിൽ നിന്നും പിന്നീട് വന്നവരാരാ? സിദ്ധന്മാരും വിദ്യാധരന്മാരും. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനും കഴിയും, അപ്രത്യക്ഷമാവാനും കഴിയും. അപ്പൊ പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാവാനും കഴിവുള്ളവരാണ് സിദ്ധന്മാരും വിദ്യാധരന്മാരും. അങ്ങനെയുള്ള ശരീരത്തോടു കൂടി ബ്രഹ്മാവ് അവരെ സൃഷ്ടിച്ചു. തേഭ്യഃ, അവർക്ക് വേണ്ടി, അദദാത്, നൽകി, തം ആത്മാനം, ആ ശരീരത്തെ, അന്തർദാന ആഖ്യം, അവരുടെ ശരീരത്തെ അന്തർദാനം എന്നാണ് വിളിക്കുന്നത് എന്ന്. അദ്ഭുതം, അത്ഭുതകരമായ ശരീരത്തെ. കാരണം എന്താ? അവർക്ക് പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാവാനുമുള്ള, കൺമുന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കാനുമുള്ള കഴിവുള്ളത് കൊണ്ട് അവരുടെ ശരീരത്തെ അന്തർദാനം ആഖ്യം, അന്തർദാനം എന്നാണ് അവരുടെ ശരീരത്തെ പറയുന്നത്. ആ ശരീരത്തെ നൽകിക്കൊണ്ട് ബ്രഹ്മാവിൽ നിന്ന് സിദ്ധന്മാരും വിദ്യാധരന്മാരും സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഇവരൊക്കെ ആ ഒരു നല്ല സ്വന്തം ഊർജത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ബ്രഹ്മാവിന്റെ ആ മനോതലത്തിൽ നിന്നും പുറത്തു സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇനി 45 അടുത്തത്. സഹ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മേന അസൃജത് പ്രഭുഃ മാനയൻ ആത്മന ആത്മാനം ആത്മഭാസം വിലോകയൻ. സഹ, ആ ബ്രഹ്മദേവനിൽ നിന്നും കിന്നരന്മാരും കിം പുരുഷന്മാരും പ്രത്യാത്മേന, അദ്ദേഹത്തിന്റെ പ്രതിബിംബത്തിൽ നിന്നും അസൃജത്, ഉണ്ടായി. പ്രഭു എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഈശ്വരനായ ആ ബ്രഹ്മദേവനിൽ നിന്നും ബ്രഹ്മാവ് ഒരു നിമിഷം ജലത്തിലേക്ക് നോക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ പ്രതിബിംബം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഭയങ്കര ബഹുമാനം തോന്നിയെന്ന്. സ്വന്തം രൂപത്തെ കണ്ടപ്പോൾ, അതാണ് പറയുന്നത് മാനയെന്ന്, അഭിമാനം തോന്നി. ആത്മന ആത്മാനം ആത്മഭാസം, ആത്മഭാസം എന്ന് വെച്ചാൽ തൻ്റെ പ്രതിബിംബത്തെ, ആത്മന കണ്ടപ്പോൾ, തൻ്റെ ആ രൂപം കണ്ടപ്പോൾ, ആത്മാനം സ്വയം ഒരു മാനയൻ, അഭിമാനം തോന്നിയിട്ട്, വിലോകയൻ എന്ന് വെച്ചാൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, സ്വന്തം ജലത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ടപ്പോൾ ബ്രഹ്മാവിന് തൻ്റെ തന്നെ ഉള്ളിൽ തൻ്റെ തന്നെ രൂപത്തെ കണ്ടുകൊണ്ടുള്ള ഒരു അഭിമാനം തോന്നിയപ്പോൾ, ആ തോന്നിയ നിമിഷത്തിൽ ഞാൻ ഇത്ര നല്ല സുന്ദരനാണോ എന്ന് തോന്നിയ ആ രൂപം കണ്ടതിൽ അഭിമാനം തോന്നി നിൽക്കുന്ന ആ നിമിഷത്തിൽ, ആ മനോനിലത്തിൽ നിന്നും ഉണ്ടായവരാണ് കിന്നരന്മാരും കിംപുരുഷന്മാരും. അപ്പൊ തീർച്ചയായിട്ടും അവർ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കും അല്ലെ? അങ്ങനെയാണ് അവർ ഉണ്ടായത്. ഇനി ശ്ലോകം 46. തേ തു തത് ജഗൃഹു രൂപം ത്യക്തം യത് പരമേഷ്ടിന മിഥുനീ ഭൂയഃ ഗായന്ത തം ഏവ ഉഷസി കർമ്മഭിഹി. തേത്തു, ആ കിന്നരന്മാരും കിംപുരുഷന്മാരും തത് ജഗൃഹു, അതിനെ സ്വീകരിച്ചു. തത്, അതിനെ, ജഗൃഹു എന്ന് വെച്ചാൽ സ്വീകരിച്ചു. രൂപം ത്യക്തം, രൂപം എന്ന് വെച്ചാൽ ഒരു ശരീര രൂപത്തെ, ത്യക്തം ത്യജിച്ച, യത് ഏതൊരു പരമേഷ്ഠിന ബ്രഹ്മാവ് ത്യജിച്ച ഏതൊരു ശരീരമാണോ ആ ശരീരരൂപത്തെ ത്യജിച്ച ആ ശരീരത്തെയാണ് കിന്നരന്മാരും കിംപുരുഷന്മാരും സ്വീകരിച്ചത്. എന്നിട്ട് ഇവരെന്താ ചെയ്തത്?
മിഥുനീഭൂയ, അതായത് ഇണക്കുരുവികളെ പോലെ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ഇവർ ഒരുമിച്ചിരുന്നു, ഒട്ടും വേർപിരിയാതെ ഒരുമിച്ചിരുന്നിട്ട് ഗായന്തഹ പാടി പുകഴ്ത്തി തം ഏവ ഉഷസി, ആ ബ്രഹ്മാവിനെ, തം ഏവ ആ ബ്രഹ്മാവിനെ ഉഷസി പ്രഭാതത്തിൽ കർമ്മഭി, അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, ബ്രഹ്മാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാ പ്രഭാതത്തിലും ഈ കിന്നരന്മാരും കിംപുരുഷന്മാരും ഒരുമിച്ച് ഇണചേർന്നിരുന്നു കൊണ്ട് ബ്രഹ്മാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ പാടിപ്പുകഴ്ത്തി എന്ന് മനസ്സിലായോ. ഇനി ശ്ലോകം 47. ഇനി അടുത്തത് ദേഹേന വൈ ഭോഗവത ശയനഃ ബഹുചിന്തയ സർഗേ അനുപചിതേ ക്രോധാത് ഉത്സസർജഃ തദ്വപു. എന്താണെന്നറിയോ? അതായത് ബ്രഹ്മാവിൽ നിന്ന് ഇപ്പോൾ ഭൂതങ്ങൾ, പിശാചുകൾ, അസുരന്മാർ, അതുപോലെ ദേവന്മാർ, പിതൃഗണങ്ങൾ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, അതുപോലെ സിദ്ധന്മാർ, ഇവരൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഇവരൊക്കെ ഉണ്ടായെങ്കിലും ബ്രഹ്മാവിൽ നിന്നും നേരിട്ട് ഇവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടു, ഇവരിൽ നിന്ന് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നില്ല. ഇപ്പോൾ ഭൂതങ്ങളുണ്ടായി, പിശാചുക്കളുണ്ടായി, അസുരന്മാരുണ്ടായി, സിദ്ധന്മാരുണ്ടായി, ദേവന്മാരുണ്ടായി, പിതൃഗണങ്ങളുണ്ടായി, അത് അവിടെ നിൽക്കുക. അവരിലൂടെ അപ്പുറത്തേക്ക് സൃഷ്ടി വ്യാപിക്കണ്ടേ, അത് നടക്കണില്ല. അപ്പൊ ബ്രഹ്മാവിന് വീണ്ടും അസ്വസ്ഥത വരില്ലേ? അതാണ് ഇവിടെ പറയുന്നത് ശ്ലോകം 47. ദേഹേന വൈ, ബ്രഹ്മാവ് ആ ശരീരം കൊണ്ട് ഭോഗവത വളരെ വിപുലമായ ആ ശരീരത്തെ ശയനഹ നിലത്ത് കിടത്തിയെന്ന്, അതായത് ബ്രഹ്മാവ് സ്വയം ആ ശരീരം വെച്ച് നിലത്തങ്ങ്, വളരെ വലിയ ആ ശരീരത്തെ നിലത്തങ്ങ് ഭൂമിയിലങ്ങ് വിസ്തരിച്ചങ്ങോട്ട് കിടന്നു. എന്നിട്ട് ബഹുചിന്തയ പല പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്താ അദ്ദേഹം ചിന്തിച്ചത് എന്നാണ് താഴെ പറയുന്നത്. സർഗേ അനുപചിതേ, ഉചിതമായ രീതിയിലല്ലല്ലോ സർഗേ ഈ സൃഷ്ടികർമ്മം നടക്കുന്നത്. ഞാൻ സൃഷ്ടിച്ചവരൊക്കെ അങ്ങനെ തന്നെ നിൽക്കുക, പിന്നെ അവരിൻ്റെ അപ്പുറത്തേക്ക് സൃഷ്ടി, അവരിലൂടെ അപ്പുറത്തേക്ക് സൃഷ്ടി പോകുന്നില്ലല്ലോ. അപ്പം ഇത് ഉചിതമായ രീതിയിലല്ലല്ലോ നടക്കണേന്ന് ഇങ്ങനെ നിലത്ത് കിടന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു കൂട്ടാം. അപ്പോൾ ക്രോധാത്, അപ്പം അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ സൃഷ്ടി നടക്കാതെ വന്നപ്പോൾ ദേഷ്യവും ഒരു കോപവും ഒരു ദുഃഖവും ഒക്കെ തോന്നി. അതിൽ നിന്നും ഉത്സസർജ, അങ്ങനെ അദ്ദേഹം ഉപേക്ഷിച്ചു. ഹ ത്വദ്വപു, ആ കിടക്കുന്ന ശരീരത്തെ അദ്ദേഹം മനസ്സാൽ ഉപേക്ഷിച്ചു. കാര്യമില്ല, ഞാൻ ഈ ചെയ്യുന്ന സൃഷ്ടി കൊണ്ടൊന്നും കാര്യമില്ല. വേണ്ട വിധത്തിൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നീങ്ങി പോകുന്നില്ല, വിപുലമാവുന്നില്ല. ഞാൻ സൃഷ്ടിച്ചവരൊക്കെ അങ്ങനെ തന്നെ നിൽക്കുക, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അത് വ്യാപിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തെ, അപ്പം നിലത്ത് കിടന്നിട്ടാണ് അദ്ദേഹം അത് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ദേഷ്യവും ഒരു ദുഃഖവും ഒക്കെ വന്നപ്പോൾ ആ ശരീരത്തെ മനസ്സാൽ അദ്ദേഹം അങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ നിലത്തിങ്ങനെ കിടന്നുകൊണ്ട് ഉപേക്ഷിച്ച ശരീരത്തിൽ നിന്നാണ് സർപ്പങ്ങൾ ഉണ്ടായത് എന്ന്. കാരണം ഇങ്ങനെ നിലത്ത് കിടക്കുകയല്ലേ, ഇഴഞ്ഞു കിടക്കുകയല്ലേ, ആ ശരീരത്തിൽ നിന്നാണ് പിന്നീട് സർപ്പങ്ങൾ ഉണ്ടായത്. അതാണ് 48 പറയുന്നത്. ഹേ അഹീയന്ത അമുദഹ കേശ അഹയഃ തേ അംഗജഞ്ജിരേ ജഞ്ജിരേ സർപ്പഃ പ്രസർപ്പദഃ ക്രൂര നാഗ ഭോഗ ഉരുകന്ദരഃ. യേ അഹീയന്ത അമുദഃ കേശ അഹയഃ തേ അംഗജഞ്ജിരേ സർപ്പഃ പ്രസർപ്പദഃ ക്രൂര നാഗ ഭോഗ ഉരുകന്ദര. യേ അവ, അതായത് അഹീയന്ത കൊഴിഞ്ഞു വീണൂന്ന്, അമുദ ആ ബ്രഹ്മാവിൻ്റെ, അമുദ എന്ന് വെച്ചാൽ ആ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് കേശ ചില തലമുടികൾ, അതായത് അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് കിടക്കുന്ന ബ്രഹ്മാവിൻ്റെ ആ ശരീരത്തിൽ നിന്നും ചില തലമുടി ഇങ്ങനെ കൊഴിഞ്ഞു വീണപ്പോൾ അഹയഹ, അതിൽ നിന്നും അഹയഹ എന്ന് വെച്ചാൽ സർപ്പങ്ങൾ, തേ അങ്ക എന്ന് വിളിക്കുന്നത് ഇവിടെ മൈത്രേയ മഹർഷി വിതുരരെ, അല്ലയോ വിതുരരെ, ജഞ്ജിരെ ജനിച്ചു. അങ്ങനെ നിലത്ത് കിടന്നുകൊണ്ട് ദുഃഖം തോന്നി, കോപം തോന്നി, സൃഷ്ടി വേണ്ട വിധത്തിൽ വ്യാപിക്കണില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്തിട്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെയോ അല്ല നടക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് കിടന്ന് അദ്ദേഹം എന്തിനാ ഇങ്ങനെ ഈ ശരീരം എന്ന് ചിന്തിച്ച് നിന്ന ആ സമയത്ത് അദ്ദേഹം മനസ്സാൽ ഉപേക്ഷിച്ച ആ ശരീരത്തിൽ നിന്നും, നിലത്ത് ഇഴഞ്ഞു കിടന്നുകൊണ്ടാണ് അത് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ആ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീണ കുറച്ച് തലമുടികൾ, അതിൽ നിന്നും സർപ്പങ്ങൾ ഉണ്ടായി. ഇനി ആ സർപ്പങ്ങളുടെ പ്രത്യേകത, സർപ്പഹ ആ സർപ്പങ്ങളുടെ പ്രത്യേകത പ്രസർപ്പത. പ്രസർപ്പത എന്ന് വെച്ചാൽ നിലത്ത് ഇഴഞ്ഞു കിടക്കുന്നത്. ക്രൂര, ക്രൂര മീൻസ്
പകയോട് കൂടിയിട്ടുള്ളത്, നല്ല പകയായിരിക്കും അവയ്ക്ക്. നാഗ എന്ന് വെച്ചാൽ വേഗത്തിൽ നീങ്ങാൻ കഴിയുന്നത്. ഭോഗ എന്ന് വെച്ചാൽ വലിയ ഫണങ്ങളോട് കൂടിയത്. ഉരുഗന്ധര അങ്ങനെ തടിച്ച കഴുത്തുള്ളത്, അതാണ് സർപ്പങ്ങൾ. അപ്പോൾ നിലത്ത് ഇഴഞ്ഞു കിടക്കുന്നത്, പകയുള്ളത്, വേഗത്തിൽ നീങ്ങാൻ കഴിയുന്നത്, വലിയ ഫണങ്ങളോട് കൂടിയ തടിച്ച കഴുത്തുള്ള സർപ്പങ്ങൾ അങ്ങനെ ഉണ്ടായി. അപ്പൊ ബ്രഹ്മാവിൻ്റെ ഓരോ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അവസ്ഥ, ചലനങ്ങളിൽ നിന്നാണ് ഓരോ സൃഷ്ടിയും നടന്നത് എന്ന് സാരം. ഇനി ശ്ലോകം 49. സ ആത്മാനം മന്യമാനഃ കൃതകൃത്യം ഇവ ആത്മഭൂ തഥാ മനോൻ സസർജ അന്തേ മനസാ ലോകഭാവനാൻ. അങ്ങനെ അപ്പം അങ്ങനെ കിടക്കുന്നിടത്ത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും സർപ്പങ്ങളും ഉണ്ടായി. അതിനുശേഷം ബ്രഹ്മാവ് ചിന്തിച്ചു, കഴിഞ്ഞു, ഇനി എന്നിലൂടെ ഒരു സൃഷ്ടികർമ്മം നടക്കില്ല, അവസാനിച്ചു. ഞാൻ ചെയ്യേണ്ട സൃഷ്ടികർമ്മം, എൻ്റെ ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മം അവസാനിച്ചു എന്ന് ബ്രഹ്മാവിനൊരു തോന്നൽ വന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞു അദ്ദേഹം. ആ ചിന്തയുണ്ടല്ലോ, അങ്ങനെ അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞു എൻ്റെ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു എന്ന് അദ്ദേഹം ചിന്തിച്ച ആ ചിന്തയിൽ നിന്ന്, അതിൽ നിന്നാണ് മനുക്കൾ സൃഷ്ടിക്കപ്പെട്ടത്. ആരാണ് മനുക്കൾ എന്നറിയാലോ? മന്വന്തര, അവരിലൂടെ ഓരോ മനുക്കളിലൂടെയാണ് ഓരോ മന്വന്തരങ്ങളും മാനവരാശിയും ഉണ്ടായത്. അപ്പോൾ മനുഷ്യർക്ക് ജന്മം നൽകാനായിട്ടുള്ള, മാനവരാശിക്ക് ജന്മം നൽകിക്കൊണ്ടുള്ള മനുക്കൾ അവിടെ ബ്രഹ്മാവ് എൻ്റെ സൃഷ്ടികർമ്മം, ഞാൻ ചെയ്യേണ്ട കർമ്മം അവസാനിച്ചു എന്ന് ചിന്തിച്ച് സ്വയം തിരിച്ചറിഞ്ഞ് ചിന്തിച്ച ആ മനോതലത്തിൽ നിന്ന് മനനം ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കിയ ആ മനസ്സിലാക്കലിൽ നിന്നാണ് മനുക്കൾ ഉണ്ടായത്. അതാണ് പറയുന്നത് സ ആത്മാനം, ആ ബ്രഹ്മദേവൻ മന്യമാനഃ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കി, കൃതകൃത്യം ഇവ താൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ, ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അവസാനിച്ചു എന്ന് ആത്മഭൂ സ്വയം ജനിച്ച, അതായത് പരമോന്നതനായി സ്വയം ജനിച്ച ബ്രഹ്മാവ് സ്വയം തിരിച്ചറിഞ്ഞു, ഞാൻ ചെയ്യേണ്ട സൃഷ്ടികർമ്മം ഇവിടെ അവസാനിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തഥാ ആ സമയം ആ ചിന്തയിൽ നിന്ന് മനുക്കൾ സസർജെ ഉണ്ടായി. അന്തേ ഏറ്റവും അവസാനമായിട്ട് മനസ്സ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, കണ്ടോ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എൻ്റെ കർമ്മം കഴിഞ്ഞു, ഇനി എന്നിലൂടെയല്ല ഈ സൃഷ്ടി വ്യാപിക്കേണ്ടത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ മനസ്സിൽ അദ്ദേഹം മനസ്സിലാക്കിയ ആ നിമിഷം ആ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഏറ്റവും അവസാനമായി മനുക്കൾ സൃഷ്ടിക്കപ്പെട്ടു. ലോകഭാവനാൻ, ലോകത്ത് സൃഷ്ടികർമ്മം കൊണ്ട് നിറയ്ക്കാൻ വിപുലമാക്കേണ്ടവരായ മനുക്കൾ അങ്ങനെ ജന്മം കൊണ്ടു. ശ്ലോകം 50. തേഭ്യഃ സ അസൃജത് സ്വീയം പുരം പുരുഷം ആത്മാവാൻ താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ടാഃ പ്രശംസു പ്രജാപതിം. തേഭ്യഃ അവർ, ആ മനുക്കൾക്ക്, സഹ ആ ബ്രഹ്മദേവൻ, അസൃജത്ത് എന്ന് വെച്ചാൽ നൽകി, സ്വീയം പുരം അതായത് തൻ്റെ സ്വന്തം ശരീരം, പുരുഷരൂപം എന്ന് വെച്ചാൽ മനുഷ്യരൂപം ആ ബ്രഹ്മദേവൻ നൽകി. ആത്മാവാൻ സ്വന്തം ശരീരത്തിൻ്റെ ഉടമസ്ഥൻ, സ്വയം ഉടമസ്ഥനായ ബ്രഹ്മദേവൻ സ്വന്തം ശരീരമാകുന്ന പുരുഷരൂപം, ആ മനുഷ്യരൂപം ആ മനുക്കൾക്ക് ബ്രഹ്മദേവൻ നൽകിയത് മനുഷ്യരൂപമാണ്. താൻ ദൃഷ്ട്യ ആ മനുഷ്യരൂപത്തെ കണ്ടിട്ട് ഏ പുരാ സൃഷ്ട, പണ്ടത്തെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളുണ്ടല്ലോ, ആരൊക്കെയാ? ദേവന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, അവരൊക്കെ പ്രജാപതിയും പ്രശംസു, ബ്രഹ്മദേവനെ പ്രശംസിച്ചു. വളരെ മനോഹരമായ സൃഷ്ടി. കാരണം മനുഷ്യ സൃഷ്ടി ഇപ്പോഴും നടന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. മനുക്കളെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ബ്രഹ്മാവ് തൻ്റെ തന്നെ ഉടമസ്ഥനായ, തൻ്റെ ശരീരത്തിൻ്റെ സ്വയം ഉടമസ്ഥനായ ബ്രഹ്മാവ് തൻ്റെ തന്നെ മനുഷ്യരൂപത്തെ ആ മനുക്കൾക്ക്, ആ ശരീരത്തെ മനുക്കൾക്ക് നൽകി. അപ്പോൾ മനുഷ്യൻ രൂപത്തിലുള്ള ഒരു സൃഷ്ടിയെ കണ്ടപ്പോൾ ഈ ഏറ്റവും അവസാനമായി ബ്രഹ്മാവ് സൃഷ്ടിച്ചത് അവരെയാണ്. ഏറ്റവും അവസാനമായിട്ടാണ് മനുഷ്യരൂപ ശരീരത്തോടു കൂടിയ സൃഷ്ടി നടന്നത്. ആ സൃഷ്ടിയെ കണ്ടപ്പോൾ ആദ്യം സൃഷ്ടിച്ച ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ ബ്രഹ്മദേവനെ പ്രശംസിച്ചു. അതിമനോഹരമായ സൃഷ്ടി എന്ന് പറഞ്ഞു. അതാണ് ശ്ലോകം 51. അഹോ ഏതത് ജഗത് സൃഷ്ട സുഹൃതം ബദ തേ കൃതം പ്രതിഷ്ഠിതാഃ ക്രിയാ യസ്മിൻ സാഗം അന്നം അദാമഹേ. അഹോ അത്ഭുതം തന്നെയാണ്. ജഗത് സൃഷ്ട, ജഗത്തിൻ്റെ സൃഷ്ടാവായ പ്രഭോ, ഹേ അല്ലയോ പ്രഭോ, ഇത് അത്ഭുതം തന്നെ. ഏതത് അങ്ങ് ചെയ്തത്, ഈ കർമ്മം, ഏതെന്ന് വെച്ചാൽ ഈ കർമ്മം, സുഹൃതം ഏറ്റവും വലിയ സത്പ്രവൃത്തിയാണ്, ബദ അത് തന്നെ, തേ കൃതം അങ്ങ് ചെയ്ത് ഈ സൃഷ്ടികർമ്മം, ബ്രഹ്മദേവ അത്ഭുതം തന്നെ അങ്ങ് ചെയ്ത് ഈ സൃഷ്ടികർമ്മം, ഇത് ഏറ്റവും വലിയൊരു സത്പ്രവൃത്തിയാണ്. എന്നിട്ട് പറയാണ്
പ്രതിഷ്ഠിത ക്രിയാ യസ്മിൻ. ഈ ഭൂമിയിലെ ഈ ലോകത്ത് ആചാരാനുഷ്ഠാന യാഗയജ്ഞാദി കർമ്മങ്ങൾ പ്രതിഷ്ഠിത നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഇവരിലൂടെയാണ്, ഈ മനുഷ്യരിലൂടെയാണ്. സാഗം അവര് നൽകുന്ന യാഗയജ്ഞാദി കർമ്മങ്ങളുടെ അന്നം, അതിൻ്റെ ഫലം ഉണ്ടല്ലോ, നമ്മളൊരു പൂജ ചെയ്യുന്നതിൻ്റെ ആ ഫലത്തെ അദാമഹ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ ഈ ദേവന്മാരൊക്കെ അനുഭവിക്കും എന്ന്. കാരണം അവരാണല്ലോ ബ്രഹ്മാവിനെ പ്രശംസിച്ചത് അവസാനത്തെ സൃഷ്ടിയെ കണ്ടപ്പോൾ, മനുഷ്യ സൃഷ്ടിയെ കണ്ടെത്താൻ. അത്യത്ഭുതമാണ് അങ്ങയുടെ ഈ സൃഷ്ടി, ഇത് വലിയൊരു സത്പ്രവൃത്തിയാണ്. കാരണം ഈ ലോകത്തെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ ഞങ്ങളെ കൃതജ്ഞതയോടെ ഓർത്ത് ഞങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യാഗം, യജ്ഞം, കർമ്മം ഇതൊക്കെ ചെയ്ത് ഞങ്ങളെ പ്രീതിപ്പെടുത്തുന്ന അവർ നൽകുന്ന യജ്ഞോപഹാരത്തെ, യജ്ഞാവശിഷ്ടത്തെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ അനുഭവിക്കും. അങ്ങനെ ഈ ലോകത്ത് ഒരു പ്രകൃതി ഇവിടുത്തെ സൃഷ്ടികൾക്ക് നൽകുന്നു, സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രകൃതിക്ക് തിരിച്ചു നൽകുന്ന ആ ഒരു ആചാരാനുഷ്ഠാന യാഗയജ്ഞാദി കർമ്മത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഈ മനുഷ്യരായിരിക്കും. അവരാണ് ഈ കർമ്മത്തെ ചെയ്യുന്നത്. അവർ നൽകുന്ന യജ്ഞ അവശിഷ്ടത്തെ ഞങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കും എന്ന് ദേവന്മാരും പിതൃക്കളും ഗന്ധർവന്മാരും ഒക്കെ ബ്രഹ്മദേവനെ അറിയിച്ചു. ശ്ലോകം 52. തപസാ വിദ്യയാ യുക്തഃ യോഗേന സുസമാധിന ഋഷിഃ ഹൃഷികേശ സസർജ അഭിമത പ്രജഃ. അതിനുശേഷം ബ്രഹ്മാവ് തപസ്സിനാലും വിദ്യ നേടിയ ആത്മവിദ്യയാലും യുക്തഃ ആ ഭഗവാനിൽ മുഴുകിയിരിക്കുന്ന മനസ്സ്, യോഗേന മനസ്സങ്ങനെ യോഗാവസ്ഥയിൽ ഏകാഗ്രതയിലാക്കി, സുസമാധിന സമാധി അവസ്ഥയെ പ്രാപിച്ച്, ഹൃഷികേശ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച ഋഷിയായിട്ടുള്ള ബ്രഹ്മദേവനിൽ നിന്നും അഭിമത പ്രജഃ അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രജകളായിട്ടുള്ള ഋഷികള് മഹർഷിമാര് സസൃജ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സ് തപസ് ചെയ്ത് ആത്മജ്ഞാനം നേടി ഭഗവാനോട് മുഴുകിയിരിക്കുന്ന യുക്തമായിരിക്കുന്ന യോഗാവസ്ഥയെ പ്രാപിച്ച് സമാധിയിലെത്തി ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച ആ ബ്രഹ്മാവിൽ നിന്നും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ മഹർഷികളും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. ഇനി ശ്ലോകം 53. തേഭ്യഃ ച ഏകൈകശഃ സ്വസ്യ ദേഹസ്യാം അംശം അദാത് അജഃ യത് തത് സമാധി യോഗ ഋദ്ധി തപ വിദ്യ വിരക്തിമത്. തേഭ്യഃ ച ഏകൈകശഃ സ്വസ്യ ദേഹസ്യം അംശം അദാത് അജഃ യത് തത് സമാധി യോഗ ഋദ്ധി തപോ വിദ്യ വിരക്തിമത്. അതായത് തേഭ്യഃ ആ ഋഷിമാർക്ക് ഏകൈകശഃ ഓരോരുത്തർക്കുമായിട്ട് സ്വസ്യ ദേഹസ്യ അംശം സ്വന്തം ശരീരത്തിൻ്റെ ഓരോ അംശത്തെ അദാത്ത് അദാത്ത് എന്ന് വെച്ചാൽ കൊടുത്തു, അജഹ എന്ന് വെച്ചാൽ ജനനമില്ലാത്ത ആ ബ്രഹ്മദേവൻ, പരമാത്മാവ് തന്നെയായ ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തിൻ്റെ ഓരോ അംശത്തെ ഈ ഋഷിമാർക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുത്തു എന്ന്, ശരീരത്തെ കൊടുത്തു. യത് തത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണോ, ഏതൊന്നാണോ സമാധി അവസ്ഥയെ പ്രാപിച്ച് എന്ന് വെച്ചാൽ ആ ഒരു അഗാധമായ അഷ്ടാംഗ യോഗത്തിലെ ഏറ്റവും അവസാനത്തെ ധ്യാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ അതിലെത്തി യോഗ, അതായത് മനസ്സങ്ങനെ ഏകാഗ്രമായി. പിന്നെ ഋദ്ധി എന്ന് വെച്ചാൽ പ്രാണശക്തി ഈ സൂക്ഷ്മ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്നൊരവസ്ഥ. തപസ് ചെയ്ത ശക്തി, വിദ്യ നേടിയ ആത്മവിദ്യ, വിരക്തി അതായത് എല്ലാത്തിനോടും ഭൗതികമായ എല്ലാത്തിനോടും ഒരു ആസക്തി ഇല്ലാത്ത അവസ്ഥ, ആ വിരക്തി മത്, ഇതെല്ലാം ചേർന്നത് ഏതൊന്നാണോ ബ്രഹ്മാവിൻ്റെ മനസ്സ്, ആ ശരീരത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഋഷിമാർ. അതുകൊണ്ട് അവർക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായ? അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരം ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണോ സമാധി അവസ്ഥ, യോഗാവസ്ഥ, ഋദ്ധി എന്ന് വെച്ചാൽ പ്രാണശക്തിയുടെ വർദ്ധിച്ച അവസ്ഥ, തപസ്, വിദ്യ, വിരക്തി ഇതൊക്കെ നേടിയ ബ്രഹ്മാവിൻ്റെ ആ ശരീര മനസ്സ്, അതിൽ നിന്നുമാണ് ഈ ഋഷിമാർ ജന്മമെടുത്തത്. അതുകൊണ്ട് ഈ എല്ലാ ഗുണങ്ങളോടും കൂടിയവരായിരിക്കും ഈ മഹർഷിമാർ. അങ്ങനെ അവസാനമായിട്ട് മഹർഷിമാരും ജന്മം കൊണ്ട് കഴിഞ്ഞതോട് കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം തൊട്ടുമുന്നേ നമ്മൾ കണ്ടില്ലേ, മനുക്കളും അവസാനമായി ഉണ്ടായി. അതോടൊപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട മഹർഷിമാരും ഉണ്ടായതോടു കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം അവസാനിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൃഷ്ടി ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? മാനവരാശിയുടെ സൃഷ്ടികർമ്മം നടത്തി മന്വന്തരങ്ങളെയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ
മനുക്കളാണ് ഇനി സൃഷ്ടി നടത്തുന്നത്. ഇനി അവരുടെ സൃഷ്ടി, ഓരോരോ മനുക്കൾ, അവരുടെ മന്വന്തരങ്ങൾ, അതിൽ ആദ്യത്തെ മനു, അദ്ദേഹത്തിൻ്റെ ജീവിതം, അതിൽ നിന്നാണ് ഇനി നമ്മൾ അടുത്ത അധ്യായം 21-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്തത് ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അതോടെ ഈ ഒരു 20-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പം നാളെ ഉണ്ടാവും 21-ാമത്തെ അധ്യായം.